നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ 5-ൽ 4 മണ്ഡലങ്ങളിലും മികച്ച വിജയപ്രതീക്ഷയെന്ന വിലയിരുത്തലിൽ UDF. ഉദുമയിൽ 4000 മുതൽ 7000 വരെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന വിലയിരുത്തൽ. തൃക്കരിപ്പൂരിൽ 3000 മുതൽ 6000 വരെ ലീഡുണ്ടാകുമെന്നും പ്രതീക്ഷ. മഞ്ചേശ്വരത്ത് ഭൂരിപക്ഷം 10000 കടക്കുമെന്നും UDFന്റെ കണക്ക്. കാസർഗോഡ് ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ 2ഇടത്ത് UDF, 3ഇടത്ത് LDF. പരമ്പരാഗതമായി തുടരുന്ന ഈ കണക്കിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് UDF ജില്ലാ കമ്മിറ്റി. ബൂത്തുകളിൽ നിന്നും മണ്ഡലം കമ്മിറ്റികൾ നേരിട്ട് ശേഖരിച്ച വോട്ട് കണക്കുകൾ അവലോകനം ചെയ്താണ് ജില്ലയിൽ 4 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പ് എന്നുള്ള UDF വിലയിരുത്തൽ. തൃക്കരിപ്പൂർ, ഉദുമ മണ്ഡലങ്ങളിലാണ് UDF അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നത്. 2 മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ ഏകീകരണം അനുകൂലമായി സംഭവിച്ചിട്ടുണ്ട് എന്നും വിലയിരുത്തുന്നു. ഉദുമയിൽ 7000-ഓളം വോട്ടുകൾക്ക് വിജയിക്കും. തൃക്കരിപ്പൂരിൽ 4000 മുതൽ 5000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടാകും. മഞ്ചേശ്വരവും കാസർഗോഡും നിലനിർത്തും. മഞ്ചേശ്വരത്ത് ഭൂരിപക്ഷം 10000 കടക്കുമെന്നും കാസർഗോഡ് ഭൂരിപക്ഷം 15000-ന് മുകളിലായിരിക്കുമെന്നുമാണ് കണക്ക്. അതേസമയം കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ അടിയൊഴുക്കുകൾ അനുകൂലമാകുമെന്നും കണക്കുകൂട്ടലുകളുണ്ട്. ഉദുമ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ കനത്ത മത്സരമുണ്ടാകുമെന്നാണ് LDFന്റെയും വിലയിരുത്തൽ. 24 കാസർഗോഡ്. കനേഡിയൻ പ്രവാസി മലയാളി സ്നേഹ പുരസ്കാരം ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിലിന് സമ്മാനിച്ചു. ആരോഗ്യ സാമൂഹിക മേഖലകളിൽ നൽകി വരുന്ന മികച്ച സംഭാവനകളാണ് ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് മാനേജിംഗ് ഡയറക്ടറായ ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിലിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. കാനഡയിലെ നാഷണൽ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ആണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആരോഗ്യ മേഖലയിലെ നൂതന ചികിത്സാ സൌകര്യങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിന് റവറന്റ് ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് NFMAC പ്രസിഡന്റ് കുര്യൻ പ്രക്കാനം പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.